രചന ഡാനി. അവതരണം പ്രിൻസി പ്രിൻസ്. ഋതുനന്ദനം പാർട്ട് 2. അഭിരാമി നേരത്തെ ബുക്ക് ചെയ്ത ക്യാബിൽ മിയാപൂരിലേക്ക് വച്ചുപിടിച്ചു. മിയാപൂരിൽ നിന്നും മെട്രോയിൽ കയറി സെക്കന്ദരാബാദ് റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങാനാണ് അവൾ പ്ലാൻ ചെയ്തത്. കാരണം ബസ്സിൽ പോകുമ്പോൾ ട്രാഫിക് കാരണം സമയം ഒരുപാട് എടുക്കുന്നത് കൊണ്ട് തന്നെ. വൈകാതെ മിയാപൂർ സ്റ്റേഷനിൽ നിന്നും മെട്രോയിൽ കയറി ഏകദേശം 40 മിനിറ്റ് കൊണ്ട് അവൾ സെക്കന്ദരാബാദ് സ്റ്റേഷനിലെത്തി. ഹൈദരാബാദിൽ നിന്നും കേരളത്തിലേക്ക് പോകുന്ന തിരുവനന്തപുരം ശബരി എക്സ്പ്രസ്സിലാണ് അവൾക്ക് പോകേണ്ടത്. അവൾ റെയിൽവേ സ്റ്റേഷനിൽ കയറിയപ്പോൾ ട്രെയിൻ പ്ലാറ്റ്ഫോമിലുണ്ടായിരുന്നു. താൻ ബുക്ക് ചെയ്ത 3rd AC കോച്ചിലേക്ക് കയറി തൻ്റെ സീറ്റിൽ അവൾ ഇരുന്നു. സൈഡ് സീറ്റായിരുന്നു അവൾ ബുക്ക് ചെയ്തത്. വണ്ടി എടുക്കാൻ ഇനിയും കുറച്ച് സമയമുണ്ട്. അല്പസമയത്തിനകം വണ്ടി പ്ലാറ്റ്ഫോമിൽ നിന്നും എടുക്കുന്നതിൻ്റെ അനൗൺസ്മെൻറ്റ് വന്നു. വൈകാതെ ട്രെയിൻ മുന്നോട്ട് നീങ്ങി തുടങ്ങി. വണ്ടി വേഗത്തിൽ മുന്നോട്ട് പോകുവാൻ തുടങ്ങിയപ്പോൾ ചില്ല് ജനാലയിലൂടെ പുറത്തെ കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അഭിരാമി ഓർത്തു, താൻ ഇപ്പോൾ പോകുന്നത് തൻ്റെ ജന്മനാട്ടിലോട്ടാണ്. ഇതുവരെ താൻ കാണാത്ത തൻ്റെ നാടായ കേരളത്തിലേക്ക്. മലയാളിയാണെങ്കിലും ഒരിക്കൽ പോലും നാട്ടിൽ പോയിട്ടില്ല. അമ്മയ്ക്ക് അവിടെ ബന്ധുക്കളൊന്നുമില്ല എന്നത് തന്നെ കാരണം. അച്ഛൻ്റെ നാട് പോലും ഇതുവരെ അമ്മ പറഞ്ഞു തന്നിട്ടില്ല. താനോ മിത്തുവോ ഇതുവരെ അമ്മയോട് ചോദിക്കുവാനും നിന്നിട്ടില്ല. ഒരു ബന്ധുബലവുമില്ലാതെ തങ്ങൾക്ക് യാതൊരു കുറവുമില്ലാതെ വളർത്തിയ അമ്മയോട് ഒരിക്കലും ചോദിക്കാൻ തോന്നിയിട്ടില്ല. ഒരിക്കൽ പോലും കേരളത്തിൽ പോയിട്ടില്ലാത്ത താൻ നല്ല സ്ഫുടതയോടെ മലയാളം സംസാരിക്കുന്നത് ചെന്നൈയിൽ പഠിക്കുമ്പോൾ കൂടെയുണ്ടായിരുന്ന മലയാളികൾക്ക് പോലും അത്ഭുതമായ കാര്യമായിരുന്നു. അത് തൻ്റെ അമ്മയുടെ കഴിവ്. അമ്മയ്ക്ക് ഇപ്പോഴും നിർബന്ധമായിരുന്നു ഞങ്ങളെപ്പോഴും മലയാളം നന്നായി സംസാരിക്കണമെന്ന്. ചെറുപ്പത്തിൽ സംസാരത്തിൽ തെലുങ്ക് കലരുമ്പോൾ അമ്മ ശാസിക്കുമായിരുന്നു. അമ്മയെപ്പറ്റിയുള്ള ചിന്തകൾ മനസ്സിൽ നിറഞ്ഞപ്പോൾ അഭിരാമിക്ക് അമ്മയെ ഒന്ന് വിളിക്കണമെന്ന് തോന്നി. അവൾ തൻ്റെ ഫോൺ എടുത്ത് അമ്മയുടെ നമ്പർ ഡയൽ ചെയ്തു. 1-2 റിങ്ങിന് ശേഷം അപ്പുറത്ത് കോൾ അറ്റൻഡായി. ഹലോ മോളെ. അഭി, വണ്ടി സമയത്ത് തന്നെ എടുത്തോ? അപ്പുറത്തു നിന്നും അഞ്ജനാദേവിയുടെ ശബ്ദം അഭിരാമിയുടെ ശ്രവണപുടത്തിലേക്ക് ഒഴുകിയെത്തി. അതെ അമ്മ, വണ്ടി ലേറ്റായിട്ടില്ല, സമയത്ത് തന്നെ എടുത്തു. ഇപ്പോഴത്തെ പോക്ക് കണ്ടിട്ട് സമയം പാലിച്ചുകൊണ്ട് തന്നെയാണ് നീങ്ങുന്നത്. അഭിരാമി മറുപടി നൽകി. ഭക്ഷണമൊക്കെ സമയത്തിന് കഴിച്ചു കൊള്ളണം കേട്ടോ. ട്രെയിനിൽ നിന്നും ഏറ്റവും അധികം വാങ്ങിച്ച് കഴിക്കാൻ നിൽക്കണ്ട. അഞ്ജനാദേവിയുടെ നിർദ്ദേശം. ഇല്ലമ്മ, വേറെ എന്തെങ്കിലും പറയാനുണ്ടോ എൻ്റെ അഞ്ചൂട്ടിക്ക്? അഭിരാമി ചിരിച്ചുകൊണ്ട് ചോദിച്ചു. പോടി. പിന്നാലെ സ്നേഹപൂർവ്വം ശാസനകൾ നിറഞ്ഞ വാക്കുകൾ അപ്പുറത്തു നിന്നും വന്നുകൊണ്ടിരുന്നു. കുറച്ചു നേരം അമ്മയും മകളും സംസാരിച്ചു കൊണ്ടിരുന്നു. കൂട്ടത്തിൽ അഭിരാമി മിത്രവിന്ദയോടും സംസാരിച്ചു. കുറച്ചു സമയം അമ്മയോടും അനിയത്തിയോടും സംസാരിച്ചതിന് ശേഷം അഭിരാമി ഫോൺ സംഭാഷണം അവസാനിപ്പിച്ചു. പിറ്റേന്ന് രാവിലെ അഭിരാമി കണ്ണു തുറന്നു നോക്കുമ്പോൾ ഏതോ സ്റ്റേഷനിൽ വണ്ടി നിർത്തിയിട്ടിരിക്കുകയാണെന്ന് മനസ്സിലായി. അവൾ തൻ്റെ വാച്ചിലേക്ക് നോക്കി. സമയം 8 മണി കഴിഞ്ഞിരിക്കുന്നു. പതിയെ അവൾ എഴുന്നേറ്റു വാതിലിനടുത്തേക്ക് നടന്നു. പ്ലാറ്റ്ഫോമിലേക്ക് നോക്കി. കോയമ്പത്തൂർ. വണ്ടി ഇപ്പോൾ കോയമ്പത്തൂർ സ്റ്റേഷനിൽ എത്തിയിരിക്കുന്നു. ഇനിയും കുറച്ച് സമയം കൂടി കഴിഞ്ഞാൽ താൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത തൻ്റെ ജന്മനാടായ കേരളത്തിലോട്ട്. തൻ്റെ ജന്മനാട് എങ്ങനെയായിരിക്കും? എറണാകുളം എവിടെയോ ആണ് അമ്മ ജനിച്ചു വളർന്ന വീടെന്നറിയാം. എവിടെയാണെന്ന് അമ്മ പറഞ്ഞിട്ടില്ല. അമ്മയ്ക്ക് ബന്ധുക്കൾ ആരുമില്ലാത്തത് കൊണ്ടൊക്കെ ആവാം അതേപ്പറ്റിയൊന്നും പറയാത്തത്. നാടിനെപ്പറ്റി ചോദിക്കുമ്പോഴൊക്കെ അമ്മ പലപ്പോഴും ഒഴിഞ്ഞു മാറുന്ന പോലെ തോന്നിയിട്ടുണ്ട്. ചിലപ്പോൾ അമ്മയ്ക്ക് നാടെന്നത് ജീവിതത്തിൽ കൈപ്പേറിയ ഓർമ്മകൾ മാത്രം പകർന്നു തന്നത് കൊണ്ടൊക്കെ ആവാം. കേരളത്തിൽ എവിടെയെങ്കിലും ആവും പോസ്റ്റിംഗ് എന്ന് കേട്ടപ്പോൾ തന്നെ അമ്മയ്ക്ക് ഒട്ടും താല്പര്യമില്ലാത്ത പോലെയായിരുന്നു. പിന്നെ നല്ലൊരവസരമായതുകൊണ്ട് മാത്രം അമ്മ അർത്ഥസമ്മതം മൂളി. ഇനി തനിക്ക് നാടെങ്ങനെയാവുമോ എന്തോ. അഭിരാമിയുടെ മനസ്സിലൂടെ പലവിധ ചിന്തകളും കടന്നുപോയിക്കൊണ്ടിരുന്നു. അപ്പോഴേക്കും ട്രെയിൻ പ്ലാറ്റ്ഫോം വിടുന്നതിൻ്റെ അനൗൺസ്മെൻറ്റ് മുഴങ്ങാൻ തുടങ്ങി. അഭിരാമി തൻ്റെ സീറ്റിൽ വന്നിരുന്നു. ഒന്ന് ഫ്രഷ് ആകുവാനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങി. ഫ്രഷായി തിരിച്ച് വീണ്ടും അഭിരാമി ഡോറിൻ്റെ അടുത്ത് വന്നു നിന്നു. പുറത്തെ കാഴ്ചകൾ കണ്ട് ആസ്വദിക്കാൻ തുടങ്ങി. കേരളത്തിലേക്ക് അടുക്കാനാകുമ്പോഴേക്കും അവളുടെ മനസ്സിൽ ആകാംക്ഷ നിറഞ്ഞുകൊണ്ടേയിരുന്നു. താൻ ആദ്യമായി വീട് വിട്ട് പുറത്തേക്ക് പോകുന്നത് ചെന്നൈയിൽ പഠിക്കാൻ പോയപ്പോഴായിരുന്നു. പക്ഷെ അന്നൊന്നും തോന്നാത്ത ആകാംക്ഷ ഇന്ന് കേരളത്തിലേക്ക് അടുക്കുമ്പോൾ തനിക്ക് തോന്നിക്കൊണ്ടിരിക്കുന്നു. ഒരുപക്ഷെ തൻ്റെ ജന്മനാടാണ് കേരളം എന്നത് അറിയാവുന്നത് കൊണ്ടായിരിക്കുമോ താൻ മാധ്യമങ്ങളിൽ കണ്ട പലരിൽ നിന്നും കേട്ടറിഞ്ഞ കേരളം പോലെ തന്നെ ആവുമോ താൻ കാണാൻ പോകുന്നത്? അവിടെ എന്താവും തനിക്കായി ദൈവം കാത്തു വച്ചിരിക്കുന്നത്?
അഭിരാമിയുടെ മനസ്സിലൂടെ പല വിധത്തിലുള്ള ചിന്തകൾ കടന്നുപോയിക്കൊണ്ടിരുന്നു. സമയം മുന്നോട്ട് നീങ്ങി. 1 മണിക്കൂറിനടുത്ത് എത്തിയപ്പോൾ ട്രെയിൻ വാളയാർ സ്റ്റേഷൻ കടന്നു. സ്റ്റേഷൻ കടന്ന് അല്പദൂരം പിന്നിട്ടപ്പോൾ പശ്ചിമഘട്ടത്തിന്റെ ദൃശ്യങ്ങളും പച്ചപ്പുകളും മരങ്ങളേറെ നിറഞ്ഞ കുളിർമ നിറഞ്ഞ പ്രകൃതിയുടെ മനോഹാരിത അഭിരാമിയുടെ മനസ്സിനെ ആനന്ദപുളകിതമാക്കിക്കൊണ്ടിരുന്നു. കേരളത്തിൽ കയറിയപ്പോൾ മുതൽ മനസ്സിനെ പറഞ്ഞറിയിക്കാൻ കഴിയാത്തൊരു വികാരം പൊതിഞ്ഞിരിക്കുന്നു. ആദ്യമായി വരുന്നതായിട്ട് പോലും തൻ്റെ ഉള്ളിലെ ആ സന്തോഷം ഒരുപക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ സ്വന്തം നാടെന്ന വികാരമുള്ളതുകൊണ്ടായിരിക്കാം. അഭിരാമി ഉടൻ തന്നെ തൻ്റെ സീറ്റിൽ പോയിരുന്നു. അവൾക്കൊന്ന് അമ്മയെ വിളിക്കണമെന്ന് തോന്നിയപ്പോൾ അവൾ ഫോൺ എടുത്ത് അമ്മയുടെ നമ്പർ ഡയൽ ചെയ്തു. നിമിഷങ്ങൾക്കപ്പുറം ഫോൺ അറ്റൻഡായി. മോളെ അഭി, എവിടെ എത്തിയിപ്പോ? വണ്ടി സമയത്ത് തന്നെയാണോ? അഞ്ജനയുടെ ശബ്ദം അഭിരാമിയുടെ ചെവിയിലേക്ക് ഒഴുകിയെത്തി. അമ്മ, ഇപ്പൊ പാലക്കാട് എത്താറായി. എന്ത് നല്ല ഭംഗിയാ അമ്മ ഇവിടെ കാണാൻ. മലകളും കുറച്ച് സാഹിത്യം കൂട്ടി പറഞ്ഞ സസ്യശ്യാമള കോമളമായ സ്ഥലമാ. മുൻപൊരിക്കൽ പോലും ഇവിടേക്ക് വരാത്തത് നഷ്ടമായിപ്പോയി. അഭിരാമിയുടെ വാക്കുകളിൽ ആവേശവും ഒപ്പമൊരു നിരാശയും കലർന്നു. ഇത്രയും കാലം അവിടെയൊന്നും പോയി കാണാത്തതിന് നീ ഇനി അവിടെ തന്നെയല്ലേ കഴിയാൻ പോകുന്നത്? സൗന്ദര്യം പലപ്പോഴും ഒരു പുറംമൂടി മാത്രമാണ്. അതിന് മനുഷ്യർക്കായാലും നാടിനായാലും. അകത്തേക്ക് ഒരിക്കലും ആ പുറത്ത് കാണുന്നത് പോലെ വർണ്ണശബളമാവണമെന്നില്ല. എൻ്റെ മോളതെപ്പോഴും ഓർക്കുക. അഞ്ജനാദേവിയുടെ സംസാരത്തിൽ നീരസം കലർന്നത് അഭിരാമി അറിഞ്ഞു. അമ്മ, അമ്മയ്ക്കെന്താ ഈ നാടിനോട് ഇത്രയ്ക്ക് വെറുപ്പ്? പലപ്പോഴും ചോദിക്കണമെന്ന് കരുതിയിട്ടും ഞാൻ ചോദിച്ചിട്ടില്ല. അഭിരാമിയുടെ നീരസം കലർന്ന സംശയത്തോട് ചോദിച്ചു. അഭി, എനിക്കിഷ്ടമല്ല നാട്. അത്രയും നീ അറിഞ്ഞാൽ മതി. അതെന്തുകൊണ്ടാണെന്നുള്ള കാര്യം എന്നോട് കൂടി തീരട്ടെ. വേറെന്തെങ്കിലും പറയാനുണ്ടോ? എറണാകുളം എത്തിയിട്ട് വിളിക്ക്. മിത്തു ഫോൺ ചോദിക്കുന്നുണ്ട്. അവൾക്ക് സംസാരിക്കണമെന്ന്. ഞാൻ കൊടുക്കാം. തൻ്റെ സംസാരം അവസാനിപ്പിച്ച അമ്മ മിത്രയ്ക്ക് ഫോൺ കൊടുക്കുന്നത് അഭിരാമി അറിഞ്ഞു. മിത്രയോട് കുറച്ചുനേരം സംസാരിച്ചതിന് ശേഷം അഭിരാമി ഫോൺ കട്ട് ചെയ്തു. അമ്മയെക്കുറിച്ച് ഒരുപാട് അഭിമാനമുണ്ടെങ്കിലും അമ്മയുടെ വിചിത്രമായ ചില സ്വഭാവങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അമ്മയൊരു സ്ത്രീയാണോന്ന് പോലും ചിലപ്പോൾ സംശയിച്ചു പോകും. നാടിനോടുള്ള ഇഷ്ടക്കേട് പോലെയാണ് അമ്മയ്ക്ക് കലാസംബന്ധമായ കാര്യങ്ങളിലും. കലാകാരന്മാരെ ഒന്നും അമ്മയ്ക്ക് ഇഷ്ടമല്ല. താനും മിത്തുവും ടി വിക്ക് മുൻപിൽ പിടിച്ചിരുത്തുമ്പോൾ മാത്രം വല്ലപ്പോഴും സിനിമയെങ്കിലും അമ്മയൊന്ന് കാണുന്നത്. കാലം ഇത്രയായിട്ടും ഇപ്പോഴും സ്മാർട്ട് ഫോൺ ഉപയോഗിക്കാൻ അമ്മയ്ക്ക് മടിയാണ്. സാധാരണ ഫോൺ മാറ്റി സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്നത് തന്നെ ഈ അടുത്താണ്. അതും ബാങ്കിലെ ചില കാര്യങ്ങൾക്ക് അത് അത്യാവശ്യമായതുകൊണ്ട്. എന്നിട്ട് പോലും ഇപ്പോഴും സാമൂഹിക മാധ്യമങ്ങളൊന്നും അമ്മയെ ഉപയോഗിക്കുന്നില്ല. അഭിരാമി അമ്മയെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയിരുന്നു. ഉച്ചയോടടുത്ത് വണ്ടി എറണാകുളം നോർത്ത് സ്റ്റേഷൻ എത്തിയപ്പോൾ അഭിരാമി ഇറങ്ങി. തിരക്കിനിടയിൽ അവൾ സ്റ്റേഷന് പുറത്തേക്ക് നീങ്ങി. സ്റ്റേഷനിൽ നിന്നും പുറത്തിറങ്ങിയ അഭിരാമി ഫോൺ എടുത്തൊരു നമ്പറിലേക്ക് വിളിച്ചു. താൻ ഇപ്പോൾ നിൽക്കുന്നയിടം പറഞ്ഞു കൊടുത്തു. അല്പനേരത്തിനകം അവൾ നിൽക്കുന്നിടത്തേക്ക് ഒരു കാറ് വന്നു നിന്നു. കാറിൽ നിന്നും ഒരു 28ഓളം വയസ്സ് തോന്നിക്കുന്ന ഒരു യുവതി ഇറങ്ങി അഭിരാമിയുടെ അടുത്തേക്ക് വന്നു. അഭിരാമി? അഭിരാമിയുടെ അടുത്തേക്ക് വന്ന യുവതി ഒരു സംശയത്തോടെ തിരക്കി. അതെ, പ്രിയ ചേച്ചി? അഭിരാമി തിരിച്ചൊരു സംശയത്തോടെ യുവതിയോട് ചോദിച്ചു. അതേ എന്ന അർത്ഥത്തിൽ ഒരു പുഞ്ചിരി ആ യുവതിയുടെ അധരങ്ങളിൽ വിരിഞ്ഞു. വാ, നമുക്ക് പോവാം. അതും പറഞ്ഞ് പ്രിയ അഭിരാമിയുടെ കയ്യിൽ നിന്നും അവളുടെ ട്രോളി ബാഗ് വാങ്ങി കാറിൻ്റെ ഡോറ് തുറന്ന് അകത്തേക്ക് വെച്ചു. പ്രിയയും അഭിരാമിയും കാറിൻ്റെ മുൻസീറ്റിലോട്ട് കയറി. അഭിരാമിക്ക് രശ്മിയെ എങ്ങനെയാ പരിചയം? ഒരു ഫ്രണ്ട് വരുന്നു, ഒന്ന് ഹെൽപ്പ് ചെയ്തേക്കണമെന്നല്ലാതെ കൂടുതലൊന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ചോദിച്ചതാ. വണ്ടി ഓടിക്കുന്നതിനിടയിൽ പ്രിയ അവളോട് ചോദിച്ചു. ചെന്നൈയിൽ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. എനിക്ക് ഇവിടെയാണ് പോസ്റ്റിംഗ് എന്നറിഞ്ഞപ്പോൾ അവൾ എനിക്ക് പ്രിയ ചേച്ചിയുടെ കോണ്ടാക്റ്റ് തന്നു. രശ്മിയുമായി പ്രിയ ചേച്ചിക്ക് എന്താണ് ബന്ധം? അഭിരാമിയുടെ മറുപടിയുടെ അവസാനം ഒരു ചോദ്യമായിരുന്നു. ഞങ്ങൾ കസിൻസാണ്. പ്രിയ ചിരിച്ചുകൊണ്ട് മറുപടി നൽകി. ചേച്ചി ഇവിടെ എത്ര വർഷമായി? അഭിരാമി പ്രിയയോട് ചോദിച്ചു. ഞാനിവിടെ 3 വർഷത്തോളം ആവുന്നു. രശ്മി എന്നോട് പറഞ്ഞിരുന്നു അഭിരാമി ഹൈദരാബാദിൽ സെറ്റിൽഡ് ആണെന്ന്. കേരളത്തിലോട്ട് വരാറില്ല അങ്ങനെ? പ്രിയ അഭിരാമിയോട് ചോദിച്ചു. ഇല്ല ചേച്ചി, കേരളത്തിൽ ജനിച്ചുവെന്നും മലയാളിയാണെന്നും മാത്രമേ ഉള്ളൂ. ഇതുവരെ കേരളത്തിൽ വന്നിട്ടില്ല. ആദ്യമായിട്ടാണ് ഇങ്ങോട്ട്. അഭിരാമി മറുപടി നൽകി. അത് കേട്ട പ്രിയയുടെ മുഖത്തൊരു അത്ഭുതം പ്രകടമായി. ഹൈദരാബാദിൽ വളർന്നിട്ടും കേരളത്തിൽ ഇതുവരെ വരാതിരുന്നിട്ട് പോലും അഭിരാമി നന്നായി സ്ഫുടതയോടെ മലയാളം പറയുന്നുണ്ടല്ലോ. പ്രിയ ഒരു അത്ഭുതത്തോടെ അഭിരാമിയോട് ചോദിച്ചു. അതെൻ്റെ അമ്മയ്ക്ക് നിർബന്ധമായിരുന്നു ഞങ്ങൾ മലയാളം നല്ല രീതിയിൽ സംസാരിക്കണമെന്നത്. ഒരിക്കൽ സ്കൂളിൽ പഠിക്കുമ്പോൾ മലയാളത്തിൽ തെലുങ്ക് കലർന്നതിന് അമ്മയുടെ അടുത്ത് നിന്ന് തല്ല് കിട്ടിയിട്ടില്ലെന്നേ ഉള്ളൂ. അഭിരാമി ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു. അഭി, തൻ്റെ അമ്മയെ നമിക്കണം. ഇന്നത്തെ കാലത്ത് കേരളത്തിലുള്ള മാതാപിതാക്കൾ പോലും മക്കൾ മലയാളം സംസാരിക്കില്ലെന്ന് പറയുന്നതിൽ അഭിമാനം കണ്ടെത്തുമ്പോൾ കേരളത്തിന് പുറത്ത് തൻ്റെ മക്കൾ നന്നായി മലയാളം പറയണമെന്ന് ആഗ്രഹിച്ച തൻ്റെ അമ്മ തികച്ചും വ്യത്യസ്തയാണ്. തൻ്റെ അമ്മയെ ഒരുപാട് അഭിനന്ദനം അർഹിക്കുന്നു.
പ്രിയയുടെ വാക്കുകളിൽ അഭിരാമിയുടെ അമ്മയോടുള്ള ആരാധന കലർന്നു. പ്രിയ പറഞ്ഞത് കേട്ടപ്പോൾ അഭിരാമി തന്റെ അമ്മയെക്കുറിച്ച് ഓർത്ത് അഭിമാനം കൊണ്ടു. ചേച്ചി, ഈ വണ്ടി ചേച്ചിയുടെ ആണോ? സംഭാഷണത്തിൽ വന്ന അല്പനേരത്തെ ഇടവേളയ്ക്ക് ശേഷം അഭിരാമി പ്രിയയോട് ചോദിച്ചു. അല്ലടൂ, ഇത് ഓഫീസിലുള്ള ഒരാളുടെയാ. തന്നെ കൂട്ടാൻ വരുമ്പോൾ ലഗേജ് ഒക്കെ ഉള്ളതുകൊണ്ട് കാറാണല്ലോ സൗകര്യമെന്ന് കരുതി ഇതെടുത്ത് വന്നതാ. അല്ലാതെ ഞാൻ അത്രയ്ക്ക് കാശുകാരിയൊന്നുമല്ല. പ്രിയ ചിരിച്ചുകൊണ്ട് മറുപടി നൽകി. അഭിരാമിക്കും ചിരി പൊട്ടി. കലൂരിലെയും പാലാരിവട്ടത്തെയും ട്രാഫിക് ബ്ലോക്കുകൾ കടന്ന് ഏകദേശം 3/4 മണിക്കൂറിനുള്ളിൽ പ്രിയ അഭിരാമിയും കൊണ്ട് വാഴക്കാല ജംഗ്ഷൻ കഴിഞ്ഞിട്ട് അല്പം മുന്നോട്ട് പോയിട്ടുള്ള ഒരിടത്ത് എത്തിച്ചു. അഭിരാമിക്ക് താമസം ഏർപ്പാടാക്കിയിട്ടുള്ള വർക്കിംഗ് വിമൻസ് ഹോസ്റ്റൽ അവിടെയാണ്. അഭിരാമിയെ പ്രിയ അവിടെ റിസപ്ഷനിലും മേട്രനും പരിചയപ്പെടുത്തി കൊടുത്തു. പ്രിയയുടെ മുറിയിൽ തന്നെയാണ് അഭിരാമിക്കും താമസം ഏർപ്പാടാക്കിയിരിക്കുന്നത്. അഭി, ഇപ്പോഴൊന്ന് ഫ്രഷ് ആയിട്ട് ഇന്ന് റെസ്റ്റ് എടുത്തു. നാളെ ജോയിൻ ചെയ്യാം. ഞാൻ തിരിച്ചു പോട്ടെ. മുറിയിൽ വന്ന അഭിരാമിയുടെ സാധനങ്ങൾക്കൊക്കെ ഒന്ന് അടുക്കി വെച്ചതിന് ശേഷം പ്രിയ അഭിരാമിയോട് പറഞ്ഞു. അഭിരാമി ചിരിച്ചുകൊണ്ട് തലയാട്ടി. തുടരും. ഈ കഥ ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ. അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളെ അറിയിക്കണേ.